അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് എങ്ങനെ പണക്കാരനാകാം, നമുക്ക് എങ്ങനെ സാമ്പത്തിക കയറ്റം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നിങ്ങൾക്ക് സാമ്പത്തികമായി കയറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. കാരണം നമ്മളെ വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളും നമ്മളെ അശ്രദ്ധാമൂലം ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ദാരിദ്ര്യം എന്നുള്ള ഈ 3 വാക്ക്, ആ ദാരിദ്ര്യം നമുക്കുണ്ടായാലുള്ള ഒരുപാട് വിഷമങ്ങൾ നമുക്കറിയാലോ അല്ലേ. മാനസികമായും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറ്, ദുഃഖം ഒക്കെ ഉണ്ടാകും ഈ ദാരിദ്ര്യം കാരണം. ദാരിദ്ര്യം ഉണ്ടായാൽ ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും ഇല്ലല്ലേ. കാരണം നമുക്ക് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ അല്ലേ. അപ്പം നമ്മൾ തന്നെ ചില കാര്യങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദാരിദ്ര്യം എന്നുള്ള ഈ 3 വാക്ക്, 3 അക്ഷരം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, എന്തിനാ ഇതിങ്ങനെ നീട്ടിപ്പറയണത്? നീട്ടിപ്പറയല്ല, ഞാൻ മനസ്സിലാക്കി തരികയാണ്. കാരണം നമ്മളെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മൾ ഏതൊരു ദിവസം എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി. കാരണം നമ്മളെ ജീവിതം കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നോക്കി നമുക്ക് ആ ഒരു മനസ്സിനുള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എത്ര വലിയ ഇടങ്ങേറ് വന്നാലും മനസ്സിനൊരു ശാന്തത ലഭിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ എത്രത്തോളം ലെങ്ത്ത് കൂടും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് കരുതിയിട്ടാണ്. ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അമിതമായിട്ടുള്ള ഉറക്കം. നമ്മൾ ഒരുപാട് ഉറങ്ങും അല്ലേ. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങും. നമ്മളെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇശാ ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചു. ഇനി ഭക്ഷണം ചിലർ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കഴിക്കുന്നവരുണ്ടാവും, ചിലർ ഇശാൻ്റെ മഗ്‌രിബിൻ്റെ മുന്നേ തിന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിക്കണ സമയം പറയണത് ബാങ്ക് കൊടുക്കണതിന്, മഗ്‌രിബിക്ക് ബാങ്ക് കൊടുക്കണതിന് കുറച്ച് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കും. കാരണം ഗ്യാസിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വെള്ളം കുടി കമ്മി അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചും പിന്നെ അങ്ങനെ വെള്ളം കുടിക്കും. പിന്നെ അഥവാ എനിക്ക് വിശക്കുകയാണെങ്കിൽ നല്ല ഫ്രൂട്ട്സോ അങ്ങനെയായിട്ട് ഞാൻ എൻ്റെ ജീവിതം ഓരോ ദിവസവും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ അത് റാഹത്താണ്. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി, നമുക്ക് തടി കുറയാനും ഒക്കെ ഒരു റാഹത്താണ് നേരത്തെ ഭക്ഷണം കഴിക്കുക. ഇനി ആ സമയത്ത് എന്തെങ്കിലും ഒരു തട്ടുമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ ചെല്ലേണ്ട കുറച്ച് സംഭവങ്ങളും ദിക്റുകളും ദുആകളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ കഴിക്കും. ഇനി അതിലും നല്ല എന്തെങ്കിലും തട്ടുമുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇശാക്ക് ശേഷം ബാങ്ക് കൊടുക്കുക, നിസ്കരിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. കാരണം നമുക്കൊക്കെ ചെറിയ കുട്ടികളും അല്ലെങ്കിൽ നമ്മൾ കുടുംബം കൊണ്ടെടുക്കുന്നവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്ക് കടന്നു വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. പക്ഷേ ഞാൻ എൻ്റെ ഒരു അധിക സമയവും പറയണത് ഈ മഗ്‌രിബിന് മുമ്പായിട്ട് കഴിക്കണതാണ്. അത് എത്രത്തോളം
നേരത്തെ കഴിക്കുമെങ്കിൽ നേരത്തെ, കാരണം കുട്ടികൾക്ക് നമ്മൾ മഗ്‌രിബിൻ്റെ മുമ്പ് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാനും കഴിക്കും, അങ്ങനെയായിട്ട് ചെയ്യൽ. അപ്പോൾ നമ്മൾ അമിതമായ ഉറക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ അമിതമായ ഉറക്കം നമ്മൾ ഇശാ ബാങ്ക് കൊടുത്ത് നിസ്കാരം അപ്പോഴാണ് നമ്മൾ ഈ ഭക്ഷണത്തുമ്മക്ക് പോയതല്ലേ. ഇശാ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് നമ്മൾ അപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് ഉറങ്ങി നോക്കിയിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? എങ്ങനെയെങ്കിലും ബെഡ് കടന്നുകാണ്ട് കണ്ണും ചുമ്പിയാണ് ഉറങ്ങി നോക്കി, നമുക്ക് എന്തായാലും സുബഹിൻ്റെ മുമ്പായിട്ടൊരു 3 മണി അല്ലെങ്കിൽ 2:30 ആയിട്ട് നമ്മൾ എണീക്കും. നമ്മൾ ഉറക്കം മതിയായി എണീക്കും. പക്ഷെ നമ്മൾ അവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തറിയോ? നമ്മളങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ എണീക്കും. ആ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി 1:30 എണീറ്റ് വിചാരിച്ചാൽ പിന്നെ നമ്മൾ നിസ്കരിച്ചാലും നമ്മുടെ ഓത്തിനും നിസ്കാരത്തിനും നമ്മൾ എന്തൊക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നവും നമുക്ക് വരില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ആയാലും യാതൊരു കുഴപ്പവും നമുക്ക് വരില്ല. പക്ഷെ നമുക്ക് കുഴപ്പം വരും, എങ്ങനെ അറിയോ? ഈ 1:30 എണീറ്റ് കഴിഞ്ഞാൽ, കാരണം നമ്മൾ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഉറക്കം ഒക്കെ മതിയായിട്ടാണ് നമ്മൾ എണീക്കണത്. അപ്പോൾ അങ്ങനെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ സമയം ഉണ്ടല്ലോ, ബാങ്ക് കൊടുക്കാൻ എത്ര സമയം കിടക്കുന്നുണ്ട്, ഞാൻ ഇനി ഉറങ്ങട്ടെ പറഞ്ഞ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയാവും നീച്ചാൻ. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് ആളുകളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയണത്. എനിക്കും ആദ്യമൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ കിടന്നുറങ്ങും, പക്ഷേ നേരത്തെ എണീക്കും, എന്നിട്ട് പിന്നെയും ഉറങ്ങും. പിന്നെ അപ്പോൾ ഉറങ്ങിയാൽ പിന്നെ അറിയില്ല, പിന്നെ സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് ഒക്കെ ഉള്ളു അറിയുക. അപ്പോൾ അറിയാം നമ്മൾ എപ്പോഴാണോ എണീക്കണത് അപ്പോൾ നമ്മൾ നട്ടപ്പാതിര ആവട്ടെ നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞ് ദുആ ചെയ്ത് നോക്കി, അള്ളാഹു ആ പ്രാർത്ഥന തട്ടിക്കളയില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നമ്മളെ ലൈഫിലൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഇടങ്ങേറൊക്കെ ഉണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ വരുത്തുന്നതാണ്, അല്ലാതെ വേറെ ആരും വരുത്തുന്നതല്ല. നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കണം. അപ്പോൾ അമിതമായ ഉറക്കം ഉറങ്ങാതിരിക്കുക, അതാണ് ഒന്നാമത്തെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പെടുന്നത്. അതുപോലെ തന്നെ ഇനി റമദാനൊക്കെ വരുന്നത് അല്ലേ, റമദാനിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിൽ അധിക പേരും ആ നോമ്പ് തുറക്കണ സമയത്ത് കുറേ വെള്ളമൊക്കെ കുടിച്ചും പൊരിക്കടിയൊക്കെ തിന്നുകാണ്ട് പിന്നെ ഒന്നിനും വയ്യ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് വയ്യ, കാരണം അത്രക്കും നമ്മൾ ക്ഷീണിതനാവും. കാരണം കുറേ നമ്മൾ പാകത്തിന് ഭക്ഷണം കഴിച്ച് നോക്കി, കുറേ ഉണ്ട് എഴുതിക്കാണ്ട് ഒക്കെപ്പാടെ തിന്നാൻ നിൽക്കണ്ട. നമ്മൾ വയറിൻ്റെ ഒരു 1/3 ഭാഗം മാത്രം മതിയില്ലേ ഭക്ഷണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വയറിനും ഒക്കെ ഒരു സുഖേക്കാരം, നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ റമദാനിലൊക്കെ അധിക പേരിലും കണ്ടുവരുന്ന ഒന്നാണ് നമ്മൾ നോമ്പ് തുറക്കുക, എന്നിട്ട് മഗ്‌രിബൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിച്ചു എന്നിട്ട് പിന്നെ കിടന്നാൽ ചിലർ ഉറങ്ങും, ചിലർ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഇശാ വരെ നോക്കി വെക്കും, എന്നിട്ട് പിന്നെയും ഉറങ്ങും. അങ്ങനത്തെ ഒരുപാട് പേരെ എൻ്റെ ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുബഹക്കും തന്നെ പെലച്ചക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെലച്ച ചോറ് തിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെലച്ചക്ക് എന്താണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ സുബഹ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ചിലർ കാത്തുനിൽക്കും, ചിലർക്ക് എല്ലാ ദിവസവും സുബഹ് ഖളാ. അങ്ങനത്തെ ഒരുപാട് പേര് കാണാം, പലരും പല ഇതിലാണല്ലേ. എന്നാൽ ഇവർക്കൊക്കെ എന്താണ്, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാണ് ഇതിനുള്ള കാരണക്കാരെന്ന് ഇവർ ഓർക്കണില്ല. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് അമിതമായിട്ടുള്ള ഉറക്കം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നഗ്നനായി ഉറങ്ങൽ.
നമ്മൾ ഒരു വസ്ത്രമില്ലാതെ നമ്മൾ ഉറങ്ങരുത്. അതിൽ ഒരുപാട് ദോഷങ്ങൾ വരും, നമുക്ക് തന്നെ വരും. ദാരിദ്ര്യം ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഒരു കാരണമാണ്. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ളവനായി ഭക്ഷണം കഴിക്കൽ. അതുപോലെ തന്നെ വേറൊരു ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു കാരണമാണ് രാത്രിയിൽ വീട് അടിച്ചു വാരൽ. എനിക്കിഷ്ടമില്ലാത്ത പരിപാടി കേട്ടത്. ഞാൻ ഒരുപാട് കാലമായി അത് ഒഴിവാക്കിയിട്ട്. ഞാൻ ആദ്യമൊക്കെ ഒന്നും അടിച്ചു വാരിയിരുന്നു, പിന്നെ ഇപ്പോൾ തീരെ ഇഷ്ടമല്ല. നമുക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ അടിച്ചോരി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ഉണ്ടാകും, ഓലൊക്കെ പരത്തരുത് എന്ന് പറയണം, നമ്മളതിൽ വിലക്കണം. രാത്രിയിൽ നമ്മൾ ഒരിക്കലും വീട് അടിച്ചു വാരരുത്. ഞാൻ ഒരുപാട് പേരെ ചിലപ്പോൾ രാത്രി അടിച്ചോരി തുടച്ചിടുക, രാവിലേക്ക് സുഖമായല്ലോ എന്നൊക്കെ പറയണ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ വീട് അടിച്ചു വാരിയാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ വസ്ത്രം എവിടെയെങ്കിലും കീറുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്താൽ, നമ്മൾ ഇട്ടിട്ടാണ് വസ്ത്രം ധരിച്ചതിന് ശേഷമാണ് അത് കാണുന്നതെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു കീറലുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തുന്നുക. ധരിച്ച വസ്ത്രം തുന്നുക. അതൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വേറൊരു കാരണമാണ് വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ റൂമിലൊക്കെ അടിച്ചു വാരിയത് കൂട്ടിയിടുക. ഇപ്പോൾ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഓരല്ല എന്തെങ്കിലുമൊക്കെ വരച്ച പേപ്പറോ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടിയിടുക. ഇനി രാവിലെ അടിച്ചു വരുമ്പോൾ വൃത്തിയാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ അധിക പേരിലും കണ്ടുവരുന്ന ഒന്നാണ് നമ്മളെ വാതിൽപ്പടിയിൽ ഉമ്മരപ്പടിയിലൊക്കെ ഇരിക്കുക. അത് ഏറ്റവും നമ്മൾ തന്നെ വരുത്തുന്ന കാര്യങ്ങളാണത്. അതുപോലെ പേനിനെ തീയിലിടുക. ചിലർ പരീക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേനിനെ ജീവനോടെ ഇടുക. പിന്നെ അടുക്കളയിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഉള്ളിത്തോല്. നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞാൽ നേരെ അടുപ്പിക്കാൻ തിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു കാരണമാണ് വ്യഭിചരിക്കുക. വേറൊരു കാരണമാണ് പലിശ ഭക്ഷിക്കുക. പിന്നെ നമ്മൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ, ഇപ്പോൾ ഒരു കാറ്റൊക്കെ നല്ലോണം വീശിയാൽ ആ കാറ്റിനെങ്ങനെ പറയും, എന്തൊരു കാറ്റാ അത്, ആ കാറ്റിന് നമ്മളിങ്ങനെ ചീത്ത പറയുക. അതൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് മൂത്രപ്പുര പോലുള്ള വിസർജന സ്ഥലത്തേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏത് കാലാണ് വെക്കേണ്ടത്? നമ്മൾ ഇടത് കാലാണ് വെക്കേണ്ടത്. അപ്പോൾ വലതുകാല് നമ്മൾ വെച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്കവിടെ ദാരിദ്ര്യം ഉണ്ടാവാനുള്ളൊരു കാരണമായി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളെ സ്ത്രീകൾ പുരുഷന്മാർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലതുകാല് വെച്ചിട്ട് കയറണമെന്ന്. ഇടതുകാല് വെച്ചിട്ട് ആരെങ്കിലും കയറിയാൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ വേറൊരു കാരണമാണ് ഭക്ഷണ വസ്തുക്കൾ മാലിന്യത്തിലൊക്കെ നിക്ഷേപിക്കുക. എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ വിസർജ്യം അങ്ങനത്തെ ഒക്കെ ഓരോ മാലിന്യത്തിൽ നല്ല ഭക്ഷണക്കാരം. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയ എന്തെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ അതൊരു മാലിന്യത്തിലൊക്കെ നിക്ഷേപിക്കുക. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളിൽ കുറേ പേരിൽ ഈ ചെറിയ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നത് ഒന്നാണ് നഖം കടിക്കുക. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അതിന്ന് പിന്തിരിപ്പിക്കണം, ഒഴിവാക്കണം. അങ്ങനെ ചെയ്യരുത് പറഞ്ഞുകൊണ്ട് നമ്മളതിന് താക്കീത് കൊടുക്കണം. ഇനി അങ്ങനെ ചെയ്താൽ നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ നഖം കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അണുക്കളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ദാരിദ്ര്യത്തിനും ഒരു കാരണമാണ്. വേറൊരു സംഭവമാണ്, വേറൊരു ദാരിദ്ര്യം ഉണ്ടാകണ മാർഗ്ഗമാണ് ഭക്ഷണപാനീയങ്ങൾ ആവശ്യക്കാർക്ക് നൽകാതെ പൂഴ്ത്തി വെക്കുക. ചിലർ ആർക്കും കൊടുക്കാതെ തിന്നൂല, തീറ്റിച്ചൂല അറിയില്ലേ, അതേപോലെ.
പിന്നെ വേറൊരു കാരണമാണ് തൈവാസ്തേൻ്റെ ഒക്കെ പൈത്തിലുണ്ട് അല്ലേ, ഉമിക്കരി കൊണ്ട് പല്ല് തേക്കുക. അത് ഒരു ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു കാരണമാണ്. നമ്മൾ ഉമിക്കരി കൊണ്ട് പല്ല് തേക്കരുത്, അത് നമ്മളെ പല്ലിന് ഒരുപാട് ദോഷം ചെയ്യും അല്ലേ. അപ്പോൾ ഉമിക്കരി കൊണ്ട് പല്ല് തേച്ചാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വസ്ത്രം, ഇപ്പോൾ ഷാളിൻ്റെ തല കൊണ്ട് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഒക്കെ ടോപ്പിൻ്റെ ഇതായിട്ടൊക്കെ നമ്മൾ മുഖം തുടക്കുക, അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ പൊട്ടിയ പേന കൊണ്ട്, കെട്ടുള്ള പേന കൊണ്ട് എഴുതുക. പൊട്ടിയ പേന വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നൂല് പോലത്തത് കൊണ്ടൊക്കെ കെട്ടി നമ്മൾ ഒരു പൊട്ടിയ സാധനത്തിനൊക്കെ പിന്നെ അത് റീയൂസ്ഡ് ആക്കി ചെയ്യൂലേ, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ, അത് നമ്മളിൽ പലരിലും കണ്ടുവരുന്ന ഒന്നാണ് അല്ലേ, കക്കൂസിൽ ബാത്റൂമിലൊക്കെ വെച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ വുളു എടുക്കുക. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ, അതൊക്കെ നമ്മൾ ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളാണ്. നമ്മളെ നൊന്തുപെറ്റ് പ്രസവിച്ച ഉമ്മ ഉപ്പ ഇവർക്ക് നമ്മൾ ഒരു ദുആയെങ്കിലും റബ്ബിർഹർഹുമാ കമാ റബ്ബിയാനി സ്വഗീറ എന്നുള്ള ഈ പ്രാർത്ഥനയെങ്കിലും ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കൽ, അവർ എത്രമാത്രം നമ്മളെ കുട്ടികളെ എങ്ങനെ നോക്കണ്ടേ. പക്ഷേ അന്നത്തെ കാലത്തില്ലേ, നമുക്കിപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്. കുട്ടിക്ക് പാമ്പേഴ്സ്, നമുക്ക് ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് എന്താണ് അത്ര കൊള്ളല്ലോ എന്നൊക്കെയുള്ളൊരു വിചാരം ഉണ്ടാവും. കാരണം അത്രേ ഉള്ളൂ. നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് സ്കിപ്പായിട്ടോ, ഒരു ചെറിയ ബിസിയിൽ പെട്ടു. അപ്പോൾ പണ്ട് കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് എവിടെ നമുക്ക് സൗകര്യങ്ങളുണ്ടോ? ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. കാരണം അന്ന് മിക്സി ഉണ്ടോ? ഇല്ലല്ലോ. കാരണം അങ്ങനെ ഒരുപാട് തലമുറ പണ്ടത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വളർത്തിയത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രാർത്ഥന പോലും, ഒരു ചെറിയ ദുആയെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വരും. നമ്മളെ പണ്ഡിതന്മാർ, മഹാന്മാരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു തന്നതിൽ ഒരു കാരണമാണത്. കാരണം ഇപ്പം എല്ലാ സൗകര്യങ്ങളുണ്ട്, അപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഓരോ കഷ്ടപ്പാടുകൾ നമുക്ക് ഓരോ കുട്ടിയെയും നമുക്ക് വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ട് നമ്മൾ വളർത്തിയാൽ ആ കുട്ടികളും നന്നാവും, നമുക്കും അവരുടെ പ്രാർത്ഥനയും കിട്ടും. അപ്പോൾ നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്, അത് 5 വക്ത് നിസ്കാര ശേഷം നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നമ്മൾ ചെറുപ്പം മുതലേ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളെ പേര് കൊണ്ട് അഭിസംബോധന ചെയ്യൽ. നമ്മൾ പറയും ഓന് എന്നെ അങ്ങനെ പേരെന്നെ വിളിക്കൽ. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അതൊരു ദാരിദ്ര്യം വരാനുള്ളൊരു കാരണമാവും. അതുപോലെ തന്നെ നമ്മൾ വേഗം എടുക്കലൊക്കെ പോവുകയാണെങ്കിലും, നമ്മൾ ബാത്റൂമൊക്കെ ഡ്രസ്സായിട്ട് പോകുമ്പോഴും ഈ നിന്നുകൊണ്ട് പാൻസ് ട്രൗസറൊക്കെ ധരിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോണ കാര്യങ്ങളാണ്. പിന്നുള്ളതാണ് ഉസ്താദുമാരുടെ മുന്നിലൂടെ നടക്കൽ. നമ്മുടെ വലിയ പ്രായം ചെന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ ഒരു മര്യാദയും ഇല്ലാതെ അങ്ങനെ നടക്കൂലേ, അതൊക്കെ ദാരിദ്ര്യം വരാനുള്ളൊരു കാരണമാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് വീണ ഭക്ഷണം നിസ്സാരമായി കാണൽ, അതും ഒരു ദാരിദ്ര്യം വരാനുള്ള കാരണമാണ്.
ഇരുന്നുകാണ്ട് തലപ്പാവ് ധരിക്കൽ, അത് ദാരിദ്ര്യം വരാനുള്ള കാരണമാണ്. അങ്ങനെ ഞാൻ ഇനി ദാരിദ്ര്യം വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ കാര്യങ്ങളും. കാരണം ഞാനത് വിശദീകരിച്ച് പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കൊണ്ടിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരണ്ട്. അപ്പം അടുത്തതായിട്ട് ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളിൽ പറയുന്നതാണ് പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുക. എങ്ങനെ ഇതൊക്കെ വിശദീകരിക്കാതിരിക്കലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക. ആ പാത്രങ്ങൾ നമ്മൾ അടച്ചു വെക്കാതിരിക്കുക. കാരണം അതൊരു ദാരിദ്ര്യം വരാനുള്ള കാരണമാണ്. മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ മക്കളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ ഈ കുരുത്തം കെട്ട അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുമല്ലോ, അങ്ങനെയൊന്നും പറയരുത്. പിന്നെ വാതിലിൻ്റെ ഒരു പൊളിയിൽ ചാരിയിരിക്കുക. പിന്നെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മുമ്പിൽ നമ്മളെ ഗുഹ്യസ്ഥാനം വെളിവാക്കുക. നഗ്നമായി മൂത്രമൊഴിക്കുക. മൂക്കിൽ കൈയിട്ടിരിക്കുക. ചില കുട്ടികളൊക്കെ ഇങ്ങനെ മൂക്കിൽ കളിച്ചുത്തിരിക്കില്ലേ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മളെ കുട്ടികളിൽ അത് കാണുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസർജ്യത്തിൽ തുപ്പുക. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ വെണ്ണീര് അങ്ങനെയൊക്കെ വാരിയിട്ട് അതിൽ തുപ്പി, അങ്ങനെ അതിൽ അങ്ങനത്തേൽ തുപ്പുക, വെണ്ണീരിൽ തുപ്പുക. പിന്നെ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ താടി കൊണ്ട് കളിക്കുക, താടിമ ഇങ്ങനെ ഇതാക്കൂലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഭർത്താക്കന്മാർക്കൊക്കെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക. തമാശയിൽ കൂടി നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിന്ന് ഷൂ പോലത്തതൊക്കെ ധരിക്കുക. നമ്മൾ ഷൂ ഒക്കെ നിന്ന് ധരിക്കൽ. ചെരുപ്പ് ധരിക്കുമ്പോൾ ഇടത്തേതിനെ മുന്തിക്കുക. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുക. കമിഴ്ന്ന് കിടക്കൽ, ഉറങ്ങൽ, അത് തീരെ പറ്റില്ല കേട്ടോ. കമിഴ്ന്ന് കിടന്ന ഉറങ്ങൽ. വിളക്ക് ഊതി കെടുത്തുക. നമ്മൾ പറഞ്ഞ് ഊതൂല, അങ്ങനെ കെടുത്താതൊക്കെ കൈ കൊണ്ട് കാറ്റ് ഇതാക്കിയിട്ടൊക്കെ ഊതുക. നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഊതാതെ വിളക്ക് കെടുത്താൻ നോക്കണം. നമുക്കൊക്കെ പെട്ടെന്ന് വരിക വിളക്ക് ഊതാനാണല്ലേ. അതുപോലെ തന്നെ വേറൊരു ദാരിദ്ര്യം വരുന്ന കാരണമാണ് പൊട്ടിയ പാത്രത്തിൽ ഭക്ഷിക്കുക. പൊട്ടിയ പാത്രത്തിൽ ചെറിയൊരു പൊട്ടോ അത് കുഴപ്പമില്ല, സാരമില്ല, നല്ല പാത്രമാണ്, ചെറിയ പൊട്ടമുള്ളല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമല്ലോ, അങ്ങനെ കാട്ടരുത്. പിന്നെ നമ്മളെ ഭർത്താക്കന്മാർക്ക്, നമ്മളെ ഉപ്പ വീട്ടിൽ ആർക്കെങ്കിലും മക്കൾക്ക് ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റണം. നമ്മളൊക്കെ സുബഹക്ക് ഒക്കെ നമ്മൾ 5 വക്തിനും പള്ളിക്ക് പോകണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു നിസ്കാരം തന്നെയാണ് സുബഹിക്ക് ശേഷം പള്ളിയിൽ നിന്ന് വേഗം പുറപ്പെടുക. അപ്പോൾ ഏത് നിസ്കാരത്തിനും നമ്മൾ വേഗം പുറപ്പെടാൻ പറ്റില്ല. സുബഹിക്ക് നമ്മൾ ധൃതി കാണിച്ചിരുത്, ധൃതി കാട്ടി വേഗത്തിൽ പുറപ്പെടരുത്. പിന്നെ ഒരു കാരണമല്ലാതെ അങ്ങാടിയിലേക്ക് അതിരാവിലെ നമ്മൾ വായി നോക്കാനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതുപോലെ തന്നെ അങ്ങാടിയിൽ നിന്ന് വൈകിക്കാണ്ട് പെരേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവിടെ പണി? ഇപ്പോൾ വർക്ക് ആവശ്യത്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും വെറുതെ ഒരു ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ നിന്ന് വൈകി മടങ്ങിയാൽ അതൊരു വളരെ ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യം വരാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഉള്ളതാണ് മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കുക. നമ്മൾ
നമ്മളെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയൊക്കെ മുന്നിലൂടെ ഒരു വലിയ ആളായിട്ടൊക്കെ നടക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. എന്നുള്ളൊരു ഒരു വാക്ക് പോലും നമ്മൾ അവരോട് പറയാൻ പാടില്ല. പിന്നെ വഴി വക്കിലിരുന്ന് സംസാരിക്കുക. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന എവിടെ നിന്നാണെങ്കിലും ചിലന്തി വല, മാറാലൊക്കെ നീക്കം ചെയ്യാതിരിക്കുക. അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലന്തി വല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമ്മൾ തട്ടുക. നമ്മൾ താമസ സ്ഥലം, വീട് അത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ഭവനമാണല്ലേ. എന്നാൽ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഒക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും താമസ സ്ഥലത്തു നിന്നൊക്കെ ചിലന്തി വല, മാറാല നീക്കം ചെയ്യാതിരുന്നാൽ അവിടെ ദാരിദ്ര്യം വരാൻ ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുക. സുബഹിക്ക് ശേഷം ഉറങ്ങുക. ഞാൻ പറഞ്ഞ ഈ റമളാനിക്ക് ശേഷം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അമിതമായിട്ടുള്ള ഉറക്കം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഉറക്കമാണ് നമ്മൾ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം. അപ്പോൾ ഈ നേരത്തെ എണീക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടൊന്ന് ഉറങ്ങി നോക്കി. ആ കൈലൂലത്തിൻ്റെ ഉറക്കം, അത് അൽഹംദുലില്ലാ റാഹത്തായി ഉറങ്ങിയാൽ നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ നമ്മളെ ജീവിതം കൊണ്ട് നടന്നു നോക്കി. അപ്പോൾ നമുക്ക് നമ്മളെ ലൈഫിലുള്ള ഓരോ മാറ്റങ്ങളും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്തുക. പിന്നെ കറുത്ത ചെരുപ്പ് സ്ഥിരമായി ധരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ദാരിദ്ര്യം വരാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് മറവി ഉണ്ടാവും. പിന്നെ നമ്മൾ സ്ത്രീകളിൽ മിക്ക പേരിലും എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ് ഊരക്ക് കൈ കൊടുത്ത് നിൽക്കുക. ഊരക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കൂലേ, അത് നിൽക്കുക. പിന്നെ ബിസ്മി ചൊല്ലാതെ ഭക്ഷിക്കുക, കുടിക്കുക. നമ്മളെന്തെങ്കിലും കഴിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ബിസ്മി ചൊല്ലണം. പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരത്തിൽ കോട്ടുവായ ഇടുക. അത് ദാരിദ്ര്യം വരാനുള്ള ഒരു കാരണമാണ്. പിന്നെ ചെയ്ത ഉപകാരങ്ങൾ കൊടുത്തതിനെ എടുത്തു പറയുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ 2 വിരൽ കൊണ്ട് ഭക്ഷിക്കുക. കവിളിന്മേൽ കൈ വെച്ചിരിക്കുക. നമ്മൾ താടിക്കജ്ജൊക്കെ അറിയില്ലേ, അതന്നെ. പൊട്ടിയ ചെറുപ്പ് കൊണ്ട് മുടി വാരുക. നമ്മൾ പൊട്ടിയ ചെറുപ്പ് അത് കുറച്ചുള്ളല്ലോ പൊട്ടിയിട്ട് ഇനിയും ഉപയോഗിച്ചാലോ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പശ ഇട്ടൊട്ടിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിക്കാണ്ട് പിന്നെയും ചെയ്യുമല്ലോ, വാരുമല്ലോ. അങ്ങനെ പറ്റൂല. പുരുഷന്മാർ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടക്കുക. അതൊക്കെ ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ആവശ്യക്കാരന് വെള്ളം തടയുക, വഞ്ചന നടത്തുക, യാത്രക്കാർക്ക് തണലിനും മറ്റും ഉപകാരപ്രദമായ വഴിയിലുള്ള മരങ്ങൾ മുറിക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നമ്മൾ നിന്ദിക്കുക. അക്രമികളുമായി പണ്ഡിതൻ സഹവസിക്കുക. ശരീഅത്ത് അനുസരിക്കാതെ വിധി പറയുക. അധികാരം ആഗ്രഹിക്കുക. സമ്പത്ത് വാരിക്കൂട്ടാൻ അത്യാർത്തി കാണിക്കുക. നമ്മളിപ്പോൾ നമ്മളിൽ ചിലപ്പോൾ ഈ സ്വത്തോഹരിയിലൊക്കെ ഭയങ്കര തർക്കവും പിന്നെ അവിടെ മുണ്ടാതിക്കലും ഇവിടെ മുണ്ടാതിക്കലൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അത്യാഗ്രഹം പാടില്ല. അള്ളാഹു നമുക്ക് തരുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇപ്പോൾ ദാരിദ്ര്യം കൊണ്ടൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ വീട്ടിലുണ്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്യലുണ്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തണം. പിന്നെ
പ്രാവിനെ കൂട്ടിലിട്ട് കളിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പിശുക്ക് കാണിക്കുക. പിന്നെ നമ്മൾ റൂമിൽ നമ്മൾ കുളിക്കുന്ന ബാത്റൂമിൽ നമ്മൾ മൂത്രയിക്കുക. പിന്നെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഉറങ്ങുക, അമിതമായി രാഗം കേൾക്കുക, കുടുംബ ബന്ധം മുറിക്കുക, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, വെള്ളമുള്ള പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക, ഇരുട്ടത്ത് ഭക്ഷിക്കുക, മുട്ട് കെട്ടിയിരിക്കുക, ചെളിവെള്ളം കൊണ്ട് കൈ കഴുകൽ, ഭക്ഷണം കഴിച്ച പാത്രത്തിൽ വെച്ച് കൈ കഴുകൽ, ശരീരത്തിൽ ധരിച്ചിരിക്കെ വസ്ത്രം തുന്നൽ, പാത്രത്തിൻ്റെ പുറഭാഗത്ത് ഇട്ട് ഭക്ഷണം കഴിക്കൽ, ഭക്ഷണ വസ്തുക്കൾ മോശപ്പെട്ട സ്ഥലത്തേക്ക് വലിച്ചെറിയൽ, പാത്രം ആവശ്യമുള്ളവർക്ക് അത് നൽകാതിരിക്കൽ, അധികാരത്തിന് വേണ്ടി അലച്ച കാട്ടൽ. അപ്പോൾ നമ്മളിൽ പലരും ചിലർ സമ്പന്നന് പണക്കാരനും അത്യാവശ്യം നമുക്ക് നമ്മുടെ ജീവിതമാർഗം കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ആളേക്കാരം. അപ്പോൾ ഈ സമ്പന്നന് യാചിക്കൽ, ഇത്രയും കാര്യങ്ങൾ ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് സ്വയം വിലയിരുത്തണം. സ്വയം വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നോക്കി നമ്മുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലൊക്കെ ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ഇതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ എങ്ങനെ നമുക്ക് സമ്പന്നനാകാൻ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ കടങ്ങളൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കര കയറാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം ഈ ദാരിദ്ര്യം വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ സ്വയം വിലയിരുത്തിയതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്മാറണം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് സമ്പന്നനാവാൻ ഒരുപാട് പേര് സമ്പന്നനാവാൻ കാരണമായ പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞു തന്ന ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നത് കണ്ടറിയാൻ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി അധികം കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ പെട്ടെന്ന് പണക്കാരനാവണം. നമുക്ക് നമ്മുടെ സാമ്പത്തിക കയറ്റം ഉണ്ടാവണം, ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാവണം, ഒരു സന്തോഷം, സമാധാനം, റാഹത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരണം. അതിനൊക്കെ വേണ്ടി നമ്മുടെ ഞെരുക്കങ്ങളൊക്കെ മാറണം. ഒരു കയറ്റവും ഒരു ഇറക്കമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ശാന്തത പുലർത്തുന്നതാവണം. എല്ലാ കാര്യത്തിലും വിജയങ്ങളുണ്ടാവണം, തടസ്സങ്ങളൊക്കെ നീങ്ങണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഇസ്ലാമിക് ടിപ്സ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ കാരണമായ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ആദ്യം നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് അതിൽ നിന്നൊക്കെ പിന്മാറണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.